ഒരു ക്യാൻസർ രോഗി അയാളുടെ കീമോ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാത്രിയിൽ വേദന കൊണ്ടുറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോഴും വേദനകളിലും സങ്കടങ്ങളിലും പരിഭവം പറയാതെ അപ്പോഴും അള്ളാഹുവിന് നന്ദി പറഞ്ഞ് മുൻപോട്ട് പോകാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് അയാളുടെ ഹൃദയത്തിലുള്ള ദൃഢമായ വിശ്വാസമാണ്. സഹോദരങ്ങളെ, വിശ്വാസം ഒരു ഊഹമായാൽ പോരാ, വിശ്വാസം ദൃഢമായ ഒരു ബോധ്യമാകണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തായ ഒരു സഹോദരൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം അയാളത് പാരായണം ചെയ്യുമ്പോൾ അയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്, പടച്ചനാഥൻ അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും, അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിക്കൊണ്ട്. ഫീ ളുലുമാതിൻ സലാസ്, 3 അന്ധകാരങ്ങൾക്കുള്ളിലായിട്ടാണ് ഒരു കുഞ്ഞിനെ, ഒരു ഗർഭസ്ഥ ശിശുവിനെ അള്ളാഹു ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ 3 അന്ധകാരങ്ങളെക്കുറിച്ച് അയാളൊരു വിദഗ്ധനായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഖുർആൻ അത് പറയുന്നുണ്ടോ? ആ ഡോക്ടർ പറഞ്ഞു, 3 അന്ധകാരങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഉമ്മയുടെ വയറാണ്, ഉദരമാണ്. 2 ഗർഭാശയമാണ്. 3-ാമത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാടയുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞിനെ അള്ളാഹു വളർത്തുന്നത്. ഇത്രയും കൃത്യമായും വ്യക്തമായും അള്ളാഹു പഠിപ്പിച്ചിട്ട് അവസാനം പറഞ്ഞത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. ഒരു ഊഹാപോഹത്തിലല്ല സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം, ഇന്നമൽ മുഅ്മിനൂന, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ, അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കും. സുമ്മലം യർതാബു, പിന്നീട് അവർക്കൊരു സംശയവുമില്ല. മരണത്തിനു ശേഷം ജീവിതമുണ്ടോ, പരലോകമുണ്ടോ എന്നതിൽ അവർക്ക് സംശയമില്ലാത്ത ദൃഢമായ യഖീനും ബോധവും അള്ളാഹു നമുക്കൊക്കെയും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.